ഡിയർ ഫ്രണ്ട്സ്, 2016-ൽ പുറത്തിറങ്ങിയ ട്വിസ്റ്റുകൾ കൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ച ഒരു കിടുക്കാച്ചി കൊറിയൻ ത്രില്ലറാണ് ദ ട്രൂത്ത് ബിനീത്ത്. ഈ സിനിമയുടെ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലത്തെ വെറൈറ്റി സിനിമകൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ നിൽക്കുന്നില്ലേ, ഇവരുടെ പേര് കിമ്മിന്റെ ഭർത്താവാണിത്. അദ്ദേഹം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരുപാട് പാർട്ടി പ്രവർത്തകർ വീട്ടിലേക്ക് വരുന്നു. അവർക്കെല്ലാം ആവശ്യമായ ഭക്ഷണം കിമ്മാണ് തയ്യാറാക്കുന്നത്. കൂടാതെ കിമ്മിന് മിന്നു എന്നൊരു മകളുണ്ട്. ആ കുട്ടി എപ്പോഴും ഒരു പാട്ട് മൂളി നടക്കും. നമ്മുടെ കിം അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ മിന്നു അടുത്തുവന്ന് ചോദിച്ചു, അമ്മേ, അച്ഛൻ ഈ ഇലക്ഷനിൽ ജയിക്കുമോ? വായടച്ചൊന്നും മിണ്ടാതിരിക്കൂ മിന്നു. നാളെ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാൻ പോവുകയാണ്. ആളുകളെല്ലാം തീർച്ചയായും നിന്റെ അച്ഛന് വോട്ട് ചെയ്യും. അദ്ദേഹം ജയിക്കും. എന്താ, നാളെ പ്രചാരണത്തിന് പോകാൻ പോവുകയാണോ? അമ്മേ, ഞാൻ തനിച്ചാണെങ്കിൽ വീട്ടിൽ ബോറടിക്കും. എന്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പൊക്കോട്ടെ. രാത്രിയോടെ തിരിച്ചുവരാം. ശരി, പോയി വരൂ. ആ കൂട്ടുകാരിയുടെ നമ്പർ എഴുതി വെച്ചിട്ട് പോകണം എന്ന് കിം പറയുന്നു. അങ്ങനെ മിന്നുവിന് സന്തോഷമായി. അടുത്ത ദിവസമാകുന്നു. നമ്മുടെ കിമ്മിന്റെ ഭർത്താവ് പ്രചാരണത്തിന് പോകുന്നു. കിമ്മും അവിടെ പോയി ഡാൻസൊക്കെ ചെയ്യുന്നു. ആ സ്ഥലത്ത് കിമ്മിന്റെ ഭർത്താവിനെതിരെ മറ്റൊരെതിരാളി തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നുണ്ട്. അയാളാണ് ഓപ്പോസിറ്റ് പാർട്ടിക്കാരൻ. അയാളും അതേ സ്ഥലത്താണ് വോട്ട് ചോദിക്കുന്നത്. അയാൾ നമ്മുടെ കിമ്മിന്റെ അടുത്തേക്ക് വരുന്നു. അതും ഒരു പരിഹാസത്തോടെ വിസിലടിച്ചുകൊണ്ടാണ് വരുന്നത്. കിം എന്തോ ഒരു മര്യാദയ്ക്ക് വേണ്ടി നമസ്തയൊക്കെ പറയുന്നു. അങ്ങനെ ആ പ്രചാരണങ്ങളും അവസാനിക്കുന്നു. അങ്ങനെ കിം രാത്രി വീട്ടിലേക്ക് വരുന്നു. അവളുടെ മകൾ മിന്നു അവിടെ കാണുമെന്ന് കരുതിയെങ്കിലും ആ കുട്ടിയെ അവിടെ കാണുന്നില്ല. കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയി പെട്ടെന്ന് തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് ഇത്ര സമയമായിട്ടും വന്നില്ലല്ലോ എന്നോർത്തവൾ ഭയപ്പെടാൻ തുടങ്ങുന്നു. ഭാഗ്യം, മിന്നു അവളുടെ കൂട്ടുകാരിയുടെ നമ്പർ എഴുതി വെച്ചിട്ടാണ് പോയത്. കിം ആ നമ്പറിലേക്ക് വിളിക്കുന്നു. എന്നാൽ കോൾ എടുത്തയാൾ, മാഡം, ഇത് തെറ്റായ നമ്പറാണ് എന്ന് പറയുന്നു. കിമ്മിനൊന്നും മനസ്സിലാവുന്നില്ല. ശരി, അവളുടെ മറ്റു കൂട്ടുകാരിയെ വിളിക്കാമെന്ന് നോക്കിയപ്പോൾ ആ കൂട്ടുകാരികളെല്ലാം ഒരിടത്താണുള്ളത്. എന്നാൽ മിന്നു ഇവിടെ വന്നില്ലല്ലോ എന്നവർ പറയുന്നു. അങ്ങനെ കിമ്മിന് ഭയം കൂടുന്നു. കിം അവളുടെ ഭർത്താവിന്റെ ഓഫീസിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പിനായുള്ള ജോലികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയി വരാമെന്ന് പറഞ്ഞ് നമ്മുടെ മിന്നുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് അത്ര ഞെട്ടുന്നില്ല. ഇതിനകം ആ ഒപ്പോസിഷൻ പാർട്ടിക്കാർ നമ്മുടെ മകളെ വെച്ച് എനിക്ക് കെണിയൊരുക്കി എന്ന് പറഞ്ഞ് ചില ഫോട്ടോകൾ കാണിക്കുന്നു. നോക്കിയപ്പോൾ ഇവരുടെ മകൾ മിന്നു ക്ലബ്ബുകളിലും മറ്റും പോയി സിഗരറ്റ് വലിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നടന്നിട്ട് മാസങ്ങളായി. എന്നാൽ ഇപ്പോൾ ആ പ്രതിപക്ഷക്കാർ ആ ഫോട്ടോ പബ്ലിക്കായി പ്രചരിപ്പിക്കുകയാണ്. ഇയാൾക്ക് സ്വന്തം മകളെപ്പോലും നോക്കാൻ കഴിയുന്നില്ല, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ നോക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കുന്നുണ്ട്. അവൾ എങ്ങോട്ടും പോയിട്ടില്ല, എവിടെയെങ്കിലും പുറത്തുപോയതായിരിക്കും, നാളെ തിരിച്ചെത്തും എന്നയാൾ പറയുന്നു. എന്നാൽ കിമ്മിന്റെ മനസ്സ് അത് തീർത്തും അസ്വസ്ഥമാണ്. അവർ പോലീസിൽ പരാതി നൽകാൻ തുടങ്ങുന്നു. എന്റെ മകൾ കൂട്ടുകാരിയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു പോയതാണ്. ഈ നമ്പറാണ് എഴുതി നൽകിയത് എന്ന് പറഞ്ഞ് ആ നമ്പരും കൊടുക്കുന്നു. അങ്ങനെ പോലീസ്, ഞങ്ങൾ അന്വേഷിക്കാം, നിങ്ങൾ പോയി വരൂ എന്ന് പറയുന്നു. അടുത്ത ദിവസം തന്നെ കിമ്മിന്റെ വീട്ടിലേക്ക് പോലീസ് ഓഫീസർമാർ വരുന്നു. മാഡം, നിങ്ങളുടെ മകളെ കാണാതായ സമയത്ത് നമ്മുടെ നാട്ടിലൊരു ആക്സിഡന്റ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ആക്സിഡന്റിൽ മരിച്ചത് ഒരു പുരുഷനാണ്. അതും ഏകദേശം 40 വയസ്സുണ്ടാകും അയാൾക്ക്. നിങ്ങളുടെ മകൾ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയി വരാമെന്ന് പറഞ്ഞ് ഒരു നമ്പർ എഴുതി നൽകിയില്ലേ? ആ നമ്പറിലേക്ക് ഇതുവരെ നിങ്ങളുടെ മകൾ വിളിച്ചു സംസാരിച്ചിട്ടില്ല. കാരണം നിങ്ങളുടെ മകളുടെ മുഴുവൻ കോൾ ഹിസ്റ്ററിയും പരിശോധിച്ചിട്ട് നിങ്ങളുടെ മകൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് നിങ്ങളുടെ സ്കൂൾ കൂട്ടുകാരി ഈ കുട്ടിയോടാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ ഫോട്ടോ കാണിക്കുന്നു. അങ്ങനെ നമ്മുടെ കിമ്മിന്റെ മകൾ മിന്നു മറ്റാരെയോ കാണാൻ പോകുന്നു. എന്നാൽ വീട്ടിൽ നമ്മുടെ കിമ്മിനോട് ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയി വരാമെന്ന് കള്ളം പറഞ്ഞിട്ട് ഒരു നമ്പർ ഇഷ്ടത്തിന് എഴുതിയിട്ട് ആ കുട്ടി അവിടെ നിന്ന് പോകുന്നു. പോയ ആൾ പിന്നെ തിരിച്ചു വന്നില്ല. ശരി, എന്തായാലും നമ്മുടെ മകളുമായി അടുത്തിടപഴകിയത് ആ സ്കൂൾ കൂട്ടുകാരിയാണ് എന്ന് കരുതി കിം നേരെ ആ സ്കൂൾ കൂട്ടുകാരിയെ കാണാൻ പോകുന്നു. ആ കുട്ടി ഒരു സ്ഥലത്തൊതുങ്ങിയിരുന്ന് തകർന്ന ഒരു സെൽഫോൺ കയ്യിൽ വെച്ച് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പാറ്റേൺ ലോക്ക് അറിയാത്തതുപോലെ ആ സമയത്ത് നമ്മുടെ കിം വന്നോട്ട് വരുന്നു. ആരാണ് നിങ്ങൾ? നിങ്ങൾക്കെന്താണ് വേണ്ടത്? ഈ സ്കൂളിൽ പഠിക്കുന്ന മിന്നുവിനെ നിനക്കറിയില്ലേ? നീയും അവളും ഇടയ്ക്കിടെ ഫോണിൽ സംസാരിക്കാറുണ്ടല്ലോ. മിന്നു എന്നോട് മറ്റു കൂട്ടുകാരികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ശരി, ഇപ്പോൾ അതിന് ഞാൻ എന്തു വേണം? ഇന്നലെ രാത്രി നീ എന്റെ മകളുടെ കൂടെ ആയിരുന്നോ? എന്റെ മകൾ എവിടെയാണ്? നിനക്കെന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്കൂൾ ഫ്രണ്ട് നടന്ന ഒരു കാര്യം പറയുന്നു. ഇന്നലെ രാത്രി ഞാനും മിന്നുവും റോഡിലൂടെ നടന്നു വരികയായിരുന്നു. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. കയ്യിലുള്ള ബാഗ് കൊണ്ട് തല നനയാതെ ഞങ്ങൾ നോക്കി. എന്നാൽ അപ്പോൾ ഒരു കാറ് വന്നു. ആ കാറിൽ കയറി
മിന്നു പോയി. അവൾ ആരുടെ കൂടെ എവിടെ പോയി എന്നൊന്നും എനിക്കറിയില്ല എന്ന് ആ സ്കൂൾ ഫ്രണ്ട് പറയുന്നു. ഇത് കേട്ട കിം മിന്നു ആരുടെ കൂടെ പോയിരിക്കാം എന്നാലോചിച്ചുകൊണ്ട് ആ ഫ്രണ്ടിനെ നോക്കുമ്പോൾ ആ കുട്ടി കയ്യിലൊരു വാച്ച് ധരിച്ചിരിക്കുന്നു. കിം അപ്പോൾ ആ വാച്ച് പിടിച്ച്, ഈ വാച്ച് എങ്ങനെ നിന്റെ കയ്യിൽ വന്നു? കള്ളം പറയരുത്. ഈ വാച്ച് എന്റെ മകളുടേതാണ്. എന്റെ ഭർത്താവ് അവളുടെ പിറന്നാളിന് സമ്മാനിച്ചതാണ്. മര്യാദയ്ക്ക് പറ, ഈ വാച്ച് എങ്ങനെ നിന്റെ കയ്യിൽ വന്നു? ഏയ് അല്ല, ഇത് എന്റെ വാച്ചാണ് എന്നു പറഞ്ഞ് അവൾ കൈ കുടഞ്ഞു മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കിം സ്കൂളിന്റെ രേഖകളെല്ലാം പരിശോധിക്കുന്നു. അവളുടെ മകൾ മിന്നുവിനെയും ആ സ്കൂൾ കൂട്ടുകാരിയെയും കമ്പയർ ചെയ്തു നോക്കുമ്പോൾ അവരുടെ മാർക്കുകൾ ഏകദേശം ഒരുപോലെയാണ്. ഇതിലെ കാര്യമെന്താണെന്നാൽ മുമ്പ് അവർ വളരെ കുറഞ്ഞ മാർക്കുകളായിരുന്നു വാങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ രണ്ടുപേരും നല്ല മാർക്കുകൾ വാങ്ങുന്നുണ്ടോ? ഇവിടെയാണ് കിമ്മിനെന്തോ ഒരു കാര്യമുണ്ടെന്ന് സംശയം തോന്നുന്നത്. അങ്ങനെ നമ്മുടെ മകൾ എവിടെ പോയിരിക്കാം, അവൾക്കെന്ത് സംഭവിച്ചിരിക്കാം എന്നൊക്കെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കിമ്മിന്റെ ഭർത്താവില്ലേ, അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടുന്നത് ഇലക്ഷനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. അങ്ങനെ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് കരുതി മകളെ കാണാതായതുകൂടി ശ്രദ്ധിക്കാതെ ചുറ്റിത്തിരിയുകയാണ്. എന്നാൽ നമ്മുടെ കിമ്മിന് തിരഞ്ഞെടുപ്പിനേക്കാളുമെല്ലാമുപരി അവളുടെ മകൾ മിന്നുവാണ് ജീവൻ. അങ്ങനെ എങ്ങനെയെങ്കിലും തന്റെ മകളെ കണ്ടെത്തണമെന്നാലോചിക്കുമ്പോഴാണ് മിന്നുവിന്റെ ലാപ്ടോപ്പ് കണ്ടെത്തുന്നത്. ആ ലാപ്ടോപ്പ് തുറന്ന് മെയിൽ പരിശോധിക്കുമ്പോൾ ഒരുപാട് മെയിലുകൾ വന്നിട്ടുണ്ട്. എല്ലാം ഒന്നൊന്നായി തുറന്നു നോക്കുമ്പോൾ എല്ലാം സാധാരണ മെയിലുകളാണ്. സംശയിക്കത്തക്ക ഒരു മെയിലുകളുമില്ല. നമ്മുടെ കിമ്മിന്റെ ഭർത്താവ് മകളെ കാണാതായതിനെ വെച്ച് മറ്റൊരു തന്ത്രം മെനയുകയാണ്. എതിർകക്ഷിക്കാർ എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എന്നു പറഞ്ഞ് അതിലൊരു സഹതാപമുണ്ടാക്കി ഒരുപാട് വോട്ടുകൾ നേടാനാണ് പദ്ധതിയിടുന്നത്. അങ്ങനെ നമ്മുടെ കിം അവരുടെ ക്ലാസ് ടീച്ചറെ കാണാൻ പോകുന്നു. അവരോട് ചോദിക്കുമ്പോൾ അവരൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇവരുടെ മകൾ മിന്നുവും ആ സ്കൂൾ കൂട്ടുകാരിയും സ്റ്റേജിൽ പാട്ടുപാടിക്കൊണ്ട് ഡ്രംസ് വായിക്കുകയാണ്. എന്നാൽ മറ്റു കുട്ടികളെല്ലാം പൗഡറും മറ്റുമെല്ലാം സ്റ്റേജിലേക്ക് വലിച്ചെറിഞ്ഞ് ഇവര് രണ്ടുപേരെയും അപമാനിക്കുന്നു. കൃത്യമായി മിന്നുവിനെ കാണാതായ അന്ന് തന്നെയാണ് ഈ സംഭവം നടന്നത്. ഇത് നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചതാണ്. എന്നാൽ അത് കണ്ടാൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുമെന്ന് കരുതിയാണ് നിങ്ങളോട് പറയാതിരുന്നത്. ഒരുപക്ഷേ മിന്നു ഇത് കാരണം ദേഷ്യപ്പെട്ട് എവിടെയെങ്കിലും പോയതായിരിക്കുമോ എന്നവർക്ക് തോന്നുന്നു. കിമ്മിന് ആരോട് ചോദിച്ചിട്ടും കാര്യമില്ല. കിമ്മിനെ സഹായിക്കാൻ കഴിയുന്ന ഒരേയൊരാൾ ആ സ്കൂൾ കൂട്ടുകാരിയാണ്. അങ്ങനെ പോലീസുകാരോട് പോയി ആ കുട്ടിയെ നമ്മൾ ചോദ്യം ചെയ്താൽ എല്ലാ സത്യവും അറിയാൻ കഴിയും എന്നു പറയുന്നു. എന്നാൽ പോലീസ് കഴിയില്ല എന്നു പറയുന്നു. അത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. നമുക്കിഷ്ടത്തിന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ കഴിയില്ല. എന്നാലും സാർ മനസ്സിലാക്കൂ, എന്റെ മകളെക്കുറിച്ച് ഈ സ്കൂൾ കൂട്ടുകാരിക്ക് മാത്രമേ അറിയൂ. എങ്ങനെയെങ്കിലും ചോദ്യം ചെയ്തേ മതിയാവൂ എന്നു ചോദിക്കുമ്പോൾ പോലീസും സമ്മതിച്ച് ആ കുട്ടിയെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നവരിടത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഹിപ്നോട്ടൈസ് ചെയ്ത് ആ കുട്ടിയുടെ അടുത്തുനിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. നീ അവസാനമായി മിന്നുവിനെ എവിടെയാണ് കണ്ടത്, എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി ഹിപ്നോട്ടൈസ് ചെയ്ത അവസ്ഥയിൽ പറയാൻ തുടങ്ങുന്നു. ഞാനും മിന്നുവും റോഡിലൂടെ നടന്നുവരുമ്പോൾ ഒരു വെളുത്ത കാർ വന്നു. ആ കാറിൽ മിന്നു കയറിപ്പോയി. ഈ കാര്യം ഇതിനകം ആ കുട്ടി കിമ്മിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് കൂടുതൽ വിവരങ്ങൾ വേണം. അങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നയാൾ കാറിൽ കയറിപ്പോകുന്നത് നീ കണ്ടിരുന്നെങ്കിൽ കാറിന്റെ നമ്പരും കണ്ടിരിക്കുമല്ലോ. ആ നമ്പർ എന്താണ്? കാറിന്റെ നമ്പറൊന്നും ഞാൻ ശരിക്ക് ശ്രദ്ധിച്ചില്ല. ഞാൻ പറയുന്നത് അതുപോലെ സങ്കൽപ്പിക്കൂ. ആ കാർ നിനക്കടുത്തുകൂടി കടന്നുപോകുന്നു. നീ ആ നമ്പർ പ്ലേറ്റ് കണ്ടിട്ടുണ്ട്. നീ കണ്ടില്ലെങ്കിൽ പോലും നിന്റെ ഉപബോധ മനസ്സത് കുറിച്ചെടുത്തിട്ടുണ്ടാകും. എന്താണെന്ന് നന്നായി ആലോചിക്കൂ. തീർച്ചയായും നിനക്കാ നമ്പർ അറിയാം എന്നു പറയുമ്പോൾ ആ പ്ലേറ്റിൽ നമ്പർ രൂപപ്പെടുന്നു. ആ കുട്ടിയും ആ നമ്പർ പറയാൻ തുടങ്ങുന്നു. എന്നാൽ എനിക്ക് അവസാനത്തെ 2-3 നമ്പറുകൾ മാത്രം ശരിക്കും ഓർമ്മയില്ല. ശരി, എന്തായാലും ആ നമ്പർ കുറിച്ചെടുക്കുന്നു. പിന്നെ മറ്റൊരു ചോദ്യവും ചോദിക്കുന്നു. മിന്നു എന്തിനാണ് ആ കാറിൽ കയറിപ്പോയത്? എങ്ങോട്ട് പോയി മിന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ സിയോൾ സിറ്റിയിലേക്കാണ് പോകുന്നത്. എന്തിനാണ് പോയത്? കാരണം അവൾക്കൊരു ഗായികയാകണമെന്ന ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണ് പോകുന്നത്. ഇങ്ങനെ ആ കുട്ടി പറഞ്ഞ ഉടൻ തന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത അവസ്ഥയിൽ നിന്ന് ആ കുട്ടിയെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നു. എന്റെ മകൾക്ക് ഗായികയാകണമെന്ന് പറഞ്ഞ് സിയോൾ സിറ്റിയിലേക്ക് പോയതാണ്, ശരിയല്ലേ? നിങ്ങൾ എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ എപ്പോഴാണ് പറഞ്ഞത് എന്നാ കുട്ടി തിരിച്ചു ചോദിക്കുന്നു. കാരണം ഹിപ്നോട്ടൈസ് ചെയ്ത അവസ്ഥയിൽ ആ കുട്ടി പറഞ്ഞതൊന്നും അവൾക്ക് ഓർമ്മയില്ല. അവർക്ക് ആവശ്യമായ ഒരു തെളിവുകളും കിട്ടിയില്ല. നമ്മുടെ മകൾ മിന്നു എവിടെ പോയിരിക്കാം എന്നവർ തലപുകഞ്ഞാലോചിക്കുന്നു. കിമ്മിന്റെ ഭർത്താവിന് ഒരു ചിന്തയുമില്ലാതെ തെരഞ്ഞെടുപ്പ് ജോലികൾ നോക്കുകയാണ്. അങ്ങനെ കിം നന്നായി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാകുന്നു. കിമ്മിന്റെ മകൾ മിന്നു എപ്പോഴും ഒരു പാട്ട് മൂളി നടക്കും. ആ പാട്ട് മറ്റാരോ പാടിയതുപോലെ അവർക്ക് തോന്നുന്നു. നന്നായി ആലോചിക്കുമ്പോഴാണ് ആ ഓപ്പോസിറ്റ് പാർട്ടിയിലെ ഒരാളില്ലേ, അയാൾ മിന്നു മൂളിയ ആ പാട്ടാണ് വിസിലടിച്ചു വന്നത്. ഒരുപക്ഷേ ശരിക്കും തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയത് ആ പ്രതിപക്ഷക്കാരനായിരിക്കുമോ എന്നവർക്ക് സംശയങ്ങൾ തോന്നുന്നു. ചുരുക്കി പറഞ്ഞാൽ, മകളെ കാണാതായ അന്നു മുതൽ അവർ ഭ്രാന്തമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി.
വീട് മുഴുവൻ അരിച്ചുപെറുക്കി മൈക്കുണ്ടോ എന്ന് നോക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ആ പ്രതിപക്ഷക്കാരൻ വീട്ടിൽ ക്യാമറ വല്ലതും വെച്ച് നമ്മൾ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണോ? അവൻ എങ്ങനെ അറിഞ്ഞു മകൾ പാടിയ പാട്ട് എന്ന് അവൾ ചിന്തിക്കുന്നു. പിന്നെ റോഡിലാ സന്യാസിമാരെ പോലെയുള്ള ആളുകളില്ലേ, അവരോട് പോയി എന്റെ മകളെ എനിക്ക് തിരിച്ചു വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാൽക്കൽ വീഴുന്നു. അവരും അതൊരു ചടങ്ങ് പോലെ എല്ലാം ചെയ്യുന്നു. ഈ സമയത്ത് ആ സ്കൂൾ കൂട്ടുകാരിയില്ലേ, അവർക്കൊരു തകർന്ന മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതിന്റെ പാറ്റേൺ ലോക്ക് ഇട്ടിട്ടിട്ട് അവസാനം അത് അൺലോക്ക് ആകുന്നു. നോക്കിയപ്പോൾ ആ ഫോണിൽ നമ്മുടെ കിമ്മിന്റെ മകൾ മിന്നു മരിച്ചതുപോലെയുള്ളൊരു ഫോട്ടോയുണ്ട്. കൂടാതെ അടുത്ത ദിവസം തന്നെ പോലീസ് ഒരു വനമേഖലയിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. അതാരുടേതാണെന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ കിമ്മിന്റെ മകളുടേതാണ്. അങ്ങനെ എല്ലാവരും ഞെട്ടുന്നു. ആ കുട്ടിക്കുള്ള അന്ത്യകർമ്മങ്ങളും നടക്കുന്നു. അവിടെ ആ നാട്ടിലെ പത്രമാധ്യമങ്ങളും എല്ലാവരും വരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ നമ്മുടെ കിമ്മിന്റെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് അന്ത്യോപചാരം അർപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ കിം ദൂരെ നിൽക്കുകയാണ്. അവർ വളരെ ദുഃഖിതയാണ്, അതിലുപരി കോപത്തിലാണ്. കാരണം തന്റെ മകളെ കൊന്നത് ആരാണെന്ന് അവർ കണ്ടെത്തിയേ മതിയാകൂ. അങ്ങനെ അവർ അതിനായി ഇറങ്ങുകയാണ്. കിമ്മിന്റെ ഭർത്താവ് വരുന്നു. എന്താണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്തു ചെയ്താലും നിങ്ങൾക്കെന്താണ്? നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം, അതിനുവേണ്ടിയല്ലേ നമ്മുടെ മകളെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ നോക്കുന്നു. നമ്മുടെ കിം വിടാതെ നിങ്ങളാണ് കൊന്നത് എന്നെനിക്കറിയാം എന്ന് പറഞ്ഞ് അടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ കിമ്മിന്റെ ഭർത്താവ് അവളെ താഴെയിട്ട് കഴുത്ത് ഞെരിച്ചുകൊണ്ട്, നമ്മുടെ മകൾ മരിച്ചതിനെ വെച്ച് ഞാൻ കേവലമായി സഹതാപം തേടി, ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ നമ്മുടെ മകളെ ഞാൻ എങ്ങനെ കൊല്ലും എന്നയാൾ പറയുമ്പോൾ കിം മനസ്സിലാക്കുന്നു തന്റെ ഭർത്താവിനിതിൽ ബന്ധമില്ല. അപ്പോൾ ആരായിരിക്കും എന്നാലോചിച്ചുകൊണ്ട് വീണ്ടും അവൾ ആ മെയിലുകൾ നോക്കുകയാണ്. 10,000-ലധികം മെയിലുകൾ വന്നിട്ടുണ്ടായിരുന്നു. നന്നായി പരിശോധിക്കുമ്പോൾ ഒരു പ്രത്യേക മെയിലിൽ നിന്ന് നമ്മുടെ കിമ്മിന്റെ മകൾ മിന്നുവിന് ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ കിം ശ്രദ്ധിക്കുന്നു, പരീക്ഷയ്ക്ക് മുൻപേ ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ ആരോ അയച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറഞ്ഞ മാർക്ക് വാങ്ങിയിരുന്ന ഇവരുടെ മകൾ ഇപ്പോൾ കൂടുതൽ മാർക്ക് നേടുന്നത്. കാരണം നാളത്തെ പരീക്ഷയിൽ എന്തുവരുമെന്ന് മുൻപേ അറിഞ്ഞുകൊണ്ട് മനോഹരമായി അത് പഠിച്ചെടുക്കുകയാണ്. അങ്ങനെ ചോദ്യപേപ്പർ അയച്ച് സഹായിക്കുന്നത് ആരാണെന്ന് ആലോചിക്കുന്നു. തീർച്ചയായും സ്കൂളിൽ ആരോ ആണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് കരുതി ആ മെയിൽ അഡ്രസ് മനഃപ്പാഠമാക്കിക്കൊണ്ട് നേരെ തന്റെ മകളുടെ ക്ലാസ് ടീച്ചറെ കാണുവാണ്. എനിക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സെൻഡ് ചെയ്യണം, നിങ്ങളുടെ മെയിൽ അഡ്രസ് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചറും കൊടുക്കുന്നു. നോക്കിയപ്പോൾ ഈ ടീച്ചറാണ് പരീക്ഷയ്ക്ക് മുൻപേ ചോദ്യപേപ്പറുകളെല്ലാം ഇവരുടെ മകൾക്ക് അയച്ചത്. അങ്ങനെ ഇത് കിമ്മും മനസ്സിലാക്കുന്നു. എന്നാൽ ഒന്നും ചോദിക്കാതെ മിണ്ടാതെ വരുന്നു. ആ സ്കൂൾ കൂട്ടുകാരിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ വീട്ടിൽ നിന്നൊരു ഷൂ കിട്ടി. അതിൽ രക്തക്കറയുണ്ട്. ആ രക്തം ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ മരിച്ച മിന്നുവിൻ്റേതാണ്. അപ്പോൾ മിന്നുവിൻ്റെ രക്തം എങ്ങനെ നിന്റെ ഷൂവിൽ വന്നു, എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നു, ഞാനും മിന്നുവും നടന്നു വരുമ്പോൾ ഒരു കാർ ഞങ്ങളെ ഇടിക്കാൻ വരുന്നത് പോലെ വന്നു. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ മിന്നുവിനെ തള്ളിവിട്ടു. താഴെ വീണ് അവളുടെ കാൽമുട്ടിന് മുറിവേറ്റു. ആ രക്തമാണ് എൻ്റെ ഷൂവിൽ പറ്റിയത് എന്ന് ആ കുട്ടി പറയുന്നു. പുറത്തുനിന്ന് നമ്മുടെ കിമ്മും അത് കേൾക്കുന്നു. ഉടനകത്ത് പോയി, കള്ളം പറയരുത്, എൻ്റെ മകൾ മിന്നുവയെ നീയാണെന്തോ ഒന്ന് ചെയ്തത്, സത്യം പറ എന്നലറുമ്പോൾ അവിടെയുണ്ടായിരുന്ന പോലീസുകാരൻ, മാഡം, ആ കുട്ടി പറയുന്നത് സത്യമാണ്. മരിച്ച നിങ്ങളുടെ മകളുടെ കാൽമുട്ടിന് മുറിവേറ്റതായി മെഡിക്കൽ റിപ്പോർട്ടിലുണ്ട്. അതിനാൽ ഒരുപക്ഷേ ഈ കുട്ടി പറയുന്നത് സത്യമായിരിക്കാം എന്ന് പറയുമ്പോൾ ആ സ്ഥലത്ത് ഒരു വ്യക്തിയുണ്ട്. ഇവിടെ നോക്കൂ, എന്റെ മകൾ നിങ്ങളുടെ മകളെ കൊന്നതല്ല, മനസ്സിലായോ? എന്റെ മകളെ ഇങ്ങനെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം ഉപേക്ഷിക്കൂ എന്നയാൾ പറയുന്നു. കിം ഞെട്ടി ആ വ്യക്തിയെ നോക്കുന്നു. കാരണം ആ കൂട്ടുകാരിയുടെ അച്ഛൻ ആരാണെന്നറിയാമോ? കിമ്മിന്റെ വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ അയാൾ നിസ്സംഗതയോടെ സംസാരിക്കുന്നു. അതിന് മറുപടിയായി ഇവർ അലറുന്നു. പതിയെ ഒരു വശത്തേക്ക് പോയി, നിങ്ങളുടെ മകൾക്ക് പെട്ടെന്ന് ഒരുപാട് മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ, എങ്ങനെയെന്ന് അവളോട് ചോദിച്ചു നോക്കൂ, അവൾ എല്ലാ കള്ളത്തരങ്ങളും പറയും എന്ന് കിം പറയുമ്പോൾ കോപാകുലനായ ഡ്രൈവർ കിമ്മിനെ ശകാരിക്കാൻ തുടങ്ങുന്നു. ആ സ്ഥലത്ത് കിമ്മിന്റെ ഭർത്താവ് വന്ന് ആ ഡ്രൈവറുടെ മുഖത്തൊരിടി കൊടുക്കുന്നു. എന്തായാലും ആ കൊലയാളിയെ നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞ് കിം എന്തു ചെയ്യുന്നു എന്ന് വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർ അന്വേഷിച്ച ഫയലുകളെല്ലാം വാങ്ങുന്നു. ഇവരുടെ മകൾ മിന്നുവിനെ കാണാതായ സമയത്ത് ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടാകുമല്ലോ, ഒരപകടത്തിൽ ആരോ ഇടിച്ചിട്ട് പോയതായിരിക്കും. അങ്ങനെ ആ ഫയലും അതിലുണ്ട്. പിന്നെ പോലീസ് അന്വേഷിച്ച ഫയലുമുണ്ട്. അത് വായിക്കാൻ തുടങ്ങുന്നു. പോലീസും സാക്ഷികൾക്കായി തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വയസ്സായ സ്ത്രീയെ കണ്ടെത്തുന്നു. കിമ്മിന്റെ മകളെ കാണാതായ അന്ന് രാത്രി ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ശരീരം മുഴുവൻ രക്തവുമായി നിൽക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ അമ്മൂമ്മ വിളിച്ചപ്പോൾ പെട്ടെന്ന് ആ കുട്ടി ഓടിപ്പോയി എന്ന് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ആ അമ്മൂമ്മയെ കൂട്ടി വന്ന് ചോദിക്കുന്നു, നിങ്ങൾ അന്ന് രാത്രി കണ്ട ആ കുട്ടി ഇവളാണോ എന്ന് പറഞ്ഞ് ആ സ്കൂൾ കൂട്ടുകാരിയെ കാണിക്കുന്നു. എന്നാൽ അമ്മൂമ്മ രാത്രിയിലാണ് കണ്ടത്. മുഖവും അവർ ശരിക്ക് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ കുട്ടിയാണോ അത് എന്ന് ഉറപ്പിച്ചു പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ആ ഫയലിലുണ്ട്. കിമ്മും അത് വായിക്കുന്നു. ഇത് കൂടാതെ ആ സ്കൂൾ കൂട്ടുകാരിയില്ലേ, അവൾക്ക് ലൈ ഡിറ്റക്ടറും എടുത്തിട്ടുണ്ട്.
നീയാണ് മിന്നുവിനെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ല എന്ന് പറയുന്നു. എന്നാൽ അവൾ കള്ളം പറയുന്നുവെന്ന് റിസൾട്ട് വരുന്നു. അങ്ങനെ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ കുട്ടിയാണ് കൊല നടത്തിയത് എന്ന് തോന്നുന്നു. എന്നാൽ ഒരു ലൈ ഡിറ്റക്ടറിനെ സോളിഡ് എവിഡൻസായി സ്വീകരിക്കില്ല. നമ്മൾ പരിഭ്രമത്തിൽ സംസാരിച്ചാൽ പോലും ആ ലൈ ഡിറ്റക്ടർ അത് കള്ളമാണെന്ന് കണക്കാക്കും. നിനക്കും മിന്നുവിനും എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ആ സ്കൂൾ കൂട്ടുകാരി ഒരു കാര്യം പറയാൻ തുടങ്ങുന്നു. നമ്മുടെ കിമ്മിൻ്റെ മകൾ മിന്നുവില്ലേ, അവളെ മറ്റു കുട്ടികളെല്ലാം ഒരുപാട് കളിയാക്കാറുണ്ടായിരുന്നു. കൂട്ടുകാരെന്ന് പറഞ്ഞ ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോഴാണ് ഈ സ്കൂൾ കൂട്ടുകാരി മിന്നുവിനോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. കൂടാതെ ഇവർ രണ്ടുപേരും ഹെഡ്ഫോണിൽ പാട്ട് കേൾക്കുന്നു. രണ്ടുപേർക്കും ഒരേ സംഗീതാസ്വാദനമായതുകൊണ്ട് നല്ല അടുത്ത കൂട്ടുകാരായി മാറുന്നു. അങ്ങനെ ഇത്രയും അടുത്ത കൂട്ടുകാരിയായിരുന്ന ഈ കുട്ടി ഞാൻ കൊലപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞിട്ടും ലൈ ഡിറ്റക്ടറിൽ എന്തുകൊണ്ടാണത് കള്ളമാണെന്ന് വന്നത്? അങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം ഇരിക്കുമ്പോൾ ഈ സമയത്ത് സ്കൂൾ കൂട്ടുകാരിയില്ലേ, അവൾ വീട്ടിൽ ആ തകർന്ന ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ അമ്മയും അച്ഛനുമെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് കണ്ട ഉടൻ തന്നെ അവൾ പതിയെ പുറത്തു വന്ന് സൈക്കിൾ എടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നു. ആ സ്ഥലത്ത് പോയി അവിടെ നിന്നൊരു കാർ ഓടിച്ചുകൊണ്ടുവരുന്നു. മുഖമെല്ലാം വില്ലനെ പോലെ മാറുന്നു. ആ കാറിൻ്റെ ബാക്ക് സീറ്റിൽ മുഴുവൻ രക്തമാണ്. കൂടാതെ മരിച്ച മിന്നുവിൻ്റെ ബാഗുമുണ്ട്. അങ്ങനെയെല്ലാം കാണുമ്പോൾ ആ സ്കൂൾ കൂട്ടുകാരിയായിരിക്കുമോ ഒരുപക്ഷെ മിന്നുവിനെ കൊന്നത് എന്ന് നമുക്ക് തന്നെ സംശയം തോന്നുന്നു. അങ്ങനെ അടുത്ത ദിവസവുമാകുന്നു. നമ്മുടെ കിം ഇപ്പോൾ ആ ടീച്ചറെ കണ്ട് അവർ അയച്ച എല്ലാ ചോദ്യപേപ്പറും പ്രിൻ്റൗട്ട് എടുത്ത് പരീക്ഷയ്ക്ക് മുൻപേ ചോദ്യപേപ്പർ എൻ്റെ മകൾക്ക് നിങ്ങൾ അയച്ചിട്ടുണ്ടല്ലോ, എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ കാരണമൊന്നുമില്ല, മിന്നു വളരെ നല്ലവളായിരുന്നു, എന്നാൽ അവൾക്ക് അത്രയധികം കൂട്ടുകാരുണ്ടായിരുന്നില്ല. എല്ലാവരും അവളെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ അവൾ സ്കൂളിൽ കൂടുതൽ മാർക്ക് നേടിയാൽ അവൾക്ക് കൂട്ടുകാരെയെല്ലാം ലഭിക്കുമെന്ന് കരുതിയാണ് ഞാൻ അവളെ സഹായിക്കാൻ തുടങ്ങിയത്. അതുപോലെ അവൾ ഒരുപാട് മാർക്ക് നേടി. എന്നാൽ ഇതിനിടയിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ മകളെ കൊന്നില്ല. മാഡം, ഞാൻ എന്തിനാണ് കൊല്ലുന്നത്? ഞാൻ അവളെ സഹായിക്കണമെന്ന് കരുതിയാണ് എല്ലാം അയച്ചത് എന്നവർ പറയുന്നു. എന്നാൽ നമ്മുടെ കിം അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് വരുന്നു. അങ്ങനെ മകളെ കാണാതായ അന്നൊരു വ്യക്തിക്ക് അപകടം സംഭവിച്ചു മരിച്ചിട്ടുണ്ടാകുമല്ലോ, ആ സ്ഥലത്തേക്ക് കിം വന്ന് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നിൽ നിന്ന് ആരോ ഒരു വ്യക്തി കിമ്മിനെ ആക്രമിച്ച് അടുത്തുള്ള ആളനക്കമില്ലാത്തൊരു സ്ഥലത്തേക്ക് കിമ്മിനെ കൊണ്ടുപോയി അവരുടെ ഇടുപ്പിനടുത്ത് കൃത്യമായി, അതും എല്ലിനു മുകളിൽ ഒരു ഉളി വെച്ച് തട്ടാൻ തുടങ്ങുന്നു. അങ്ങനെ കിം വേദനയാൽ പിടയുന്നു. അപ്പോൾ ഒരു വ്യക്തി വന്ന് ഭാഗ്യവശാൽ കിമ്മിനെ രക്ഷിക്കുന്നു. അങ്ങനെ കിമ്മിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. കിമ്മിനൊന്നും പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ കിമ്മിനെ ആക്രമിച്ച ആ വ്യക്തി ആരാണെന്ന് വെച്ചാൽ ആ പ്രതിപക്ഷക്കാരുണ്ടല്ലോ, അതിലൊരാളാണ് ആക്രമിച്ചത്. ഭാഗ്യവശാൽ കിമ്മിൻ്റെ ഭർത്താവ് കിമ്മിനെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു ബോഡി ഗാർഡിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അയാളാണിപ്പോൾ കിമ്മിനെ രക്ഷിച്ചത്. ന്യൂസ്, മീഡിയ എല്ലാം പ്രതിപക്ഷക്കാരെ പഞ്ഞികിടുന്നു. അങ്ങനെ കിമ്മിൻ്റെ ഭർത്താവും ഇതിനുശേഷം നീ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഒരു ടേസർ കൊടുക്കുന്നു. അതിൽ നിന്ന് ഉയർന്ന വോൾട്ടേജ് കറണ്ട് വരും. ആരെങ്കിലും നമ്മളെ ആക്രമിക്കാൻ വന്നാൽ അവർക്ക് ഷോക്ക് കൊടുത്ത് നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ കിം അത് വാങ്ങുന്നു. അടുത്ത ദിവസവുമാകുന്നു. ടീച്ചർ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടാകുമല്ലോ. കിമ്മിൻ്റെ മകളും ആ സ്കൂൾ കൂട്ടുകാരിയും പാട്ടുപാടുമ്പോൾ എല്ലാവരും കളിയാക്കുമല്ലോ. ആ വീഡിയോ നന്നായി നോക്കുമ്പോൾ ചില പെൺകുട്ടികൾ ആ പ്രകടനത്തെ ആസ്വദിക്കുന്നുണ്ട്. വേറെ ലെവൽ മിന്നു എന്ന് പറഞ്ഞ് പിന്തുണയ്ക്കുന്നുണ്ട്. അങ്ങനെ ആ കുട്ടികളോട് മകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ മിന്നു മരിച്ചതിനാൽ ആ കുട്ടികൾ വളരെ ദുഃഖിതരാണെന്നറിയുന്നു. കൂടാതെ തീർച്ചയായും സ്കൂൾ കൂട്ടുകാരി മിന്നുവിനെ കൊന്നിരിക്കില്ല, മറ്റാരോ ആണ് കൊന്നത് എന്നിവർ വിശ്വസിക്കുന്നു. കാരണം അവർ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചായിരുന്നല്ലോ. അവരുടെ പാട്ടുകൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഏതോ ഒരിടത്തു നിന്നാണ് അവർ പാട്ടുകളെല്ലാം പ്രാക്ടീസ് ചെയ്യാറുള്ളത്. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് എന്ന് പറഞ്ഞ് ആ കുട്ടി ഒരു വീഡിയോയും കൊടുക്കുന്നു. അങ്ങനെ കിം ആ വീഡിയോയിൽ ഒരു പഴയ കെട്ടിടം പോലൊരിടമുണ്ട്. ആ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുന്നു. അകത്തുപോയി നോക്കിയപ്പോൾ ഗിറ്റാറും ഡ്രംസും എല്ലാമുണ്ട്. ആ സ്ഥലം അടിപൊളിയാണ്. അങ്ങനെ ഈ സ്ഥലത്തു വെച്ചാണ് കിമ്മിന്റെ മകൾ മിന്നുവും ആ സ്കൂൾ കൂട്ടുകാരിയും ഒരുമിച്ച് പരിശീലനം നടത്താറ്. അങ്ങനെ ആ സ്ഥലം നമ്മുടെ കിം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കവറിൽ ഒരുപാട് പണമുണ്ട്. അതുകണ്ട് കിം ഭയപ്പെടുന്നു. അവൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ, ഇത്രയും പണം അവൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ആലോചിച്ച് ആ സ്ഥലം ചുറ്റിത്തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുറ്റിച്ചെടിയുടെ ഇടയിൽ ഒരു കാറുണ്ട്. ആ കാറിനുള്ളിൽ നമ്മുടെ കിമ്മിന്റെ മകൾ മിന്നുവിന്റെ ബാഗും ഒരുപാട് രക്തക്കറകളുമുണ്ട്. അങ്ങനെ അവർ ഉറപ്പിക്കുന്നു, തന്റെ മകളെ കൊന്നത് ഈ സ്കൂൾ കൂട്ടുകാരിയാണ്. എന്തായാലും ആ കുട്ടി ഈ സ്ഥലത്തേക്ക് വരുമല്ലോ, അതുകൊണ്ട് കാത്തിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞു ആ സ്കൂൾ കൂട്ടുകാരിയും ആ സ്ഥലത്തേക്ക് വരുന്നു. പുറത്ത് കാർ നിർത്തിയിരിക്കുന്നത് കണ്ട് മിന്നുവിന്റെ അമ്മ ഇവിടെ എത്തിയെന്ന് മനസ്സിലാക്കി നേരെ അകത്തുപോയി ഡ്രംസ് വായിക്കാൻ തുടങ്ങുന്നു. രോഷത്തോടെ നമ്മുടെ കിം ആ പണമെല്ലാം കൊട്ടിക്കാണിച്ച്, ഇത്രയും പണം എവിടെ നിന്ന് കിട്ടി? എന്തു ചെയ്തു? എന്റെ മകളെ കൊല്ലാൻ നിന്നോട് ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ആ സ്കൂൾ കൂട്ടുകാരി വളരെ വിഷമിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഒരു വലിയ ട്വിസ്റ്റ് പുറത്തുവരുന്നു. എന്റെ കൂട്ടുകാരി മിന്നുവിനെ ഞാൻ കൊന്നതല്ല.
ഞങ്ങളുടെ ടീച്ചറാണ് ആളുകളെ വെച്ച് കൊന്നത് എന്നു പറയുമ്പോൾ നമ്മുടെ കിം ഞെട്ടിപ്പോകുന്നു. ഞങ്ങളുടെ ടീച്ചർ അവരുടെ കാമുകനുമായി ഒരുമിച്ചിരിക്കുന്ന വീഡിയോ ഞങ്ങളെടുത്തു. ആ വീഡിയോ വെച്ച് ടീച്ചറെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. പരീക്ഷയിൽ ഞങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി ചോദ്യപേപ്പറെല്ലാം മുൻപേ ചോദിച്ചു. എക്സാമിനു മുൻപ് ടീച്ചർ ചോദ്യപേപ്പർ തന്നു. ഞങ്ങൾക്ക് വലിയ മ്യൂസിക് ആർട്ടിസ്റ്റ് ആകണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ഞങ്ങളുടെ കയ്യിൽ പണമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും പണം വേണമെന്ന് പറഞ്ഞ് ടീച്ചറെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ടീച്ചർ ഒരു ദിവസം ഞങ്ങൾ ആവശ്യപ്പെട്ട പണം തന്നു. രാത്രിയിൽ ഒരിടത്തേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഒരു ചവട്ടുകുട്ടയിൽ പണം വെച്ചിട്ടുണ്ടായിരുന്നു. മിന്നു ആ പണമെടുക്കാൻ ശ്രമിക്കുമ്പോൾ ദൂരെ നിന്നൊരു കാർ വേഗത്തിൽ വന്ന് മിന്നുവിനെ ഇടിച്ചു. അവിടെ വെച്ച് തന്നെ മിന്നു മരിച്ചുപോയി. കാർ ഓടിച്ചു വന്നവനും താഴെ ഇറങ്ങി വന്ന് മിന്നുവിന്റെ ഫോട്ടോയും എടുത്തു. എന്റെ കൂട്ടുകാരി മിന്നുവിനെ കൊന്നവനെ ഞാൻ വെറുതെ വിടരുതെന്ന് കരുതി അവന്റെ കാറെടുത്ത് അവനെ തന്നെ ഇടിച്ചു കൊന്നു. അവിടെയുണ്ടായിരുന്ന പണം മരിച്ച മിന്നുവിനെയുമെല്ലാം കാറിൽ കയറ്റി ഈ സ്ഥലത്തേക്ക് വന്നു. പിന്നെ മിന്നുവിനെ ഈ കാട്ടുപ്രദേശത്ത് കുഴിച്ചിട്ടു. അങ്ങനെ മിന്നുവിനെ കാണാതായ അന്ന് ഒരു അപകട കേസുണ്ടായല്ലോ, ഒരാൾ മരിച്ചിട്ടുണ്ടാകുമല്ലോ. അയാളെ കൊന്നത് ഈ സ്കൂൾ ഫ്രണ്ടാണ്. ആ ടീച്ചറാണ് ആളുകളെ വെച്ച് മിന്നുവിനെ കൊന്നിരിക്കേണ്ടത്. മിന്നുവിനെ കൊന്നവന്റെ ഫോൺ എന്റെ കയ്യിലുണ്ടല്ലോ. എങ്ങനെയായാലും ഞാനത് അൺലോക്ക് ചെയ്തു. അതിൽ ഇടയ്ക്കിടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്, ജോലി കഴിഞ്ഞോ എന്ന്. അവൾ ആ മൊബൈലും കൊടുക്കുന്നു. നമ്മുടെ കിം ഫോണും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസമാകുന്നു. ഇന്ന് തിരഞ്ഞെടുപ്പ് ദിവസമാണ്. ഇതിനകം കിമ്മിന്റെ ഭർത്താവ് തന്റെ മകൾ മരിച്ചതിനെല്ലാം വെച്ച് സഹതാപം കാണിച്ച് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനാണ് വോട്ട് ചെയ്യുന്നത്. അദ്ദേഹം ആ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു. രാത്രിയാകുന്നു. കിമ്മിന്റെ മകൾ മിന്നു മരിച്ച ആ സ്ഥലത്ത് ഒരു കുറ്റിച്ചെടിയുടെയുള്ളിൽ നമ്മുടെ കിം ഒളിച്ചിരിക്കുകയാണ്. ആരെയാണ് ഇവർ കാത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, കൊല ചെയ്തവന്റെ ആ ഫോണിലേക്ക് ഇടയ്ക്കിടെ മെസ്സേജ് വരുന്നുണ്ടല്ലോ, ജോലി കഴിഞ്ഞോ എന്ന്. ആ വ്യക്തിക്ക് ഇവരൊരു മെസ്സേജ് അയക്കുന്നു. ജോലി ഭംഗിയായി പൂർത്തിയാക്കി, എന്നാൽ അതിലൊരു വലിയ പ്രശ്നമുണ്ട്. എന്നെ നേരിട്ട് കാണൂ എന്ന് ഈ ലൊക്കേഷനിട്ട് അയക്കുന്നു. അങ്ങനെ ആ കൊലയാളി അയച്ച ആ വ്യക്തി തീർച്ചയായും ഇവിടെ വന്നേ മതിയാകൂ എന്ന് കരുതി ഇവർ കാത്തിരിക്കുന്നു. അങ്ങനെ അതുപോലൊരു കാറും വരുന്നു. അതിൽ നിന്നൊരു വ്യക്തി ഇറങ്ങുന്നു. നമ്മുടെ കിം തന്റെ കയ്യിലുള്ള ആ ടേസർ ഉപയോഗിച്ച് ഷോക്ക് കൊടുക്കുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ അത് കിമ്മിന് ഭർത്താവാണ്. അങ്ങനെയാണ് നമുക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നത്. ആ സ്കൂൾ കൂട്ടുകാരിയുടെ കയ്യിൽ നിന്ന് ഫോണെല്ലാം വാങ്ങി നമ്മുടെ കിം നേരെ ടീച്ചറെ കാണാൻ പോവുകയാണ്. ദേഷ്യത്തിൽ ടീച്ചറെ കൊല്ലാനാണ് കരുതുന്നത്. എന്നാൽ ടീച്ചർ ഇപ്പോൾ ഗർഭിണിയാണ്. അതുകൊണ്ട് ടീച്ചറെ ഒന്നും ചെയ്യാതെ സത്യം പറഞ്ഞറോ എന്ന് പറയുമ്പോൾ ടീച്ചറും പറയാൻ തുടങ്ങുന്നു. നിങ്ങളുടെ മകൾ മിന്നുവും ആ സ്കൂൾ കൂട്ടുകാരിയും എനിക്കൊരു സമ്മാനം തന്നു, കാർ എയർ ഫ്രഷ്നർ. അതെന്റെ കാറിൽ വെച്ച് ഞാനും എല്ലാ ദിവസവും സ്കൂളിലും വീട്ടിലുമെല്ലാം പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അവർ രണ്ടുപേരും ആ എയർ ഫ്രഷ്നറിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ലവറും കാറിനുള്ളിൽ അടുത്തായിരിക്കുമ്പോൾ ആ ക്യാമറ വഴി വീഡിയോ ആ കുട്ടികൾ റെക്കോർഡ് ചെയ്ത് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. നീ നിന്റെ കാമുകനുമായി സ്നേഹത്തിലാണെങ്കിൽ എന്റെ മക്കൾ എന്തിനു ബ്ലാക്ക്മെയിൽ ചെയ്യണം? അതിന് നീ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ടീച്ചർ പറയുന്നു, ആ ലവർ നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിം ഞെട്ടിപ്പോകുന്നു. അങ്ങനെ കിമ്മിന്റെ ഭർത്താവ് കാരണമാണ് ഇപ്പോൾ ആ ടീച്ചർ ഗർഭിണിയായിരിക്കുന്നത്. ആ കുട്ടികൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ചോദ്യപേപ്പറെല്ലാം വേണമെന്ന് ചോദിച്ചു. ഞാൻ കൊടുത്തു. എന്നാൽ പെട്ടെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പണം ചോദിച്ചു. എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. നിങ്ങളുടെ ഭർത്താവിനോടാണ് ഞാൻ കാര്യം പറഞ്ഞത്. അദ്ദേഹമാണ് കൊല്ലാൻ ആളുകളെ അയച്ചത്. ആ ആളാണ് നിങ്ങളുടെ മകളെ കൊന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ കിമ്മിന് രോഷം തലയ്ക്ക് മുകളിലേക്ക് ഉയരുന്നു. അങ്ങനെ കിം തന്റെ ഭർത്താവിനെ കൊല്ലണമെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് പ്ലാൻ ചെയ്ത് ഭർത്താവിനെ ഈ സ്ഥലത്തേക്ക് വരുത്തി ഇപ്പോൾ പിടിച്ചത്. കൈകാലുകളെല്ലാം കെട്ടിയിട്ട് അദ്ദേഹത്തിന് മുന്നിൽ പണം തള്ളിയിട്ട് കൊടുക്കുന്നു. ആ കൊലയാളിയുടെ ഫോണിൽ നിന്ന് ഇടയ്ക്കിടെ ജോലി കഴിഞ്ഞോ എന്നൊരു മെസ്സേജ് വരുമല്ലോ, ആ നമ്പറിലേക്ക് ഇവർ വിളിക്കുന്നു. കിമ്മിന്റെ ഭർത്താവിന്റെ ഫോണാണ് റിംഗ് അടിക്കുന്നത്. ജോലി കഴിഞ്ഞോ എന്ന് ചോദിച്ചില്ലേ? അവൻ ജോലി പൂർത്തിയാക്കി. ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ കാണിക്കുന്നു. മരിച്ച നമ്മുടെ കിമ്മിന്റെ മകൾ തന്നെയാണത്. അത് കണ്ടിട്ട് ഭർത്താവും ഞെട്ടുന്നു. അതിലുപരി ആ ടീച്ചർ എന്ന ആ സ്ത്രീയില്ലേ, അവൾ നിങ്ങളുടെ മകളാണ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് എന്നൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന വീഡിയോ വെച്ചെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്ന് ആരോ എവിടെയോ എന്ന മട്ടിൽ പറയുന്നു. ഇതറിയാത്ത കിമ്മിന്റെ ഭർത്താവ് ആരെയോ കൊല്ലാൻ പോകുന്നുവെന്ന് കരുതി കൊലയാളിയെ അയച്ചപ്പോൾ തന്റെ മകളെ തന്നെ കൊന്നു. അങ്ങനെ ഈ കാര്യം കിമ്മിന്റെ ഭർത്താവും മനസ്സിലാക്കുന്നു.
അദ്ദേഹവും വളരെ വിഷമിച്ച് കരയാൻ തുടങ്ങുന്നു. എന്നാൽ എന്തുതന്നെയായാലും തെറ്റ് തന്നെയാണ്. നമ്മുടെ മകൾ മരിക്കാൻ നീയാണ് കാരണമെന്ന് പറഞ്ഞ് തന്റെ ഭർത്താവിനെ ഒരുപാട് അടിക്കുന്നു. ഒരു പ്ലാസ്റ്റിക് കവറെല്ലാം എടുത്ത് മുഖത്ത് ചുറ്റി അയാളെ അവിടെ വെച്ച് തന്നെ കൊല്ലാമെന്ന് കരുതുമ്പോൾ പെട്ടെന്ന് ആ കവറെല്ലാം മാറ്റി, ഞാൻ എന്തിനാണ് നിങ്ങളെ കൊല്ലുന്നത്? ഇതെല്ലാം നിങ്ങൾ എന്തിനാണ് ചെയ്തത്? നമ്മുടെ മകൾ മരിച്ചുപോയി. ആ കാര്യത്തെ തന്നെ സഹതാപമാക്കി തിരഞ്ഞെടുപ്പിൽ ജയിച്ചു. പിന്നെ ഇതേ സ്ഥലത്തൊരു ദിവസം ഞാനിരിക്കുമ്പോൾ പ്രതിപക്ഷക്കാരൻ ഒരാൾ എന്നെ കൊല്ലാൻ വന്നു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് പ്രതിപക്ഷക്കാരനല്ല, നിങ്ങളല്ലേ ആളുകളെ വെച്ച് അയച്ചത്. എന്തിനാണ് ചെയ്തത്? ഭാര്യയോ മക്കളോ ആണോ നിങ്ങൾക്ക് പ്രധാനം? ഇതിനുശേഷം കിമ്മിന്റെ ഭർത്താവും ടീച്ചറും ഒരുമിച്ചുണ്ടായിരുന്ന വീഡിയോ ആ പ്രതിപക്ഷക്കാരന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നു. സ്വന്തം മകൾ പഠിക്കുന്ന സ്കൂളിലെ ഒരു ടീച്ചറെ തന്നെ ഇങ്ങനെ സ്വാധീനിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു, ഇവനെ നല്ലവനെന്ന് കരുതിയല്ലോ എന്നു പറഞ്ഞു തന്നെ എല്ലാവരും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തും. അതോടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഇനി നീ ജീവിച്ചിരുന്നാലും ഒരു ശവം പോലെയാണ് എന്നു പറഞ്ഞ് നമ്മുടെ കിം ഭർത്താവിനെ ഒന്നും ചെയ്യാതെ അവിടെ നിന്നു പോകുന്നു. ആ സ്കൂൾ കൂട്ടുകാരി കിമ്മിനെ അടക്കം ചെയ്ത സ്ഥലത്ത് കിം പോയി കിടക്കുന്നു. തന്റെ മകൾക്കിഷ്ടമുള്ള സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്നു വെച്ച് അവിടെ ഇരിക്കുമ്പോൾ ആ സ്കൂൾ കൂട്ടുകാരി വരുന്നു. ആ കുട്ടിയെ കണ്ട് ഇവർ വേഗത്തിൽ മിന്നു വന്നോ എന്നു പറഞ്ഞു ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. ആ സ്കൂൾ കൂട്ടുകാരിയും കരയാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ കിം ഇതിനുശേഷം ആ സ്കൂൾ കൂട്ടുകാരിയെ തന്റെ മകളായി കരുതാൻ തുടങ്ങുന്നു. അങ്ങനെ ഇവിടെ വെച്ച് ദ ട്രൂത്ത് ബിനീത്ത് എന്ന ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ കൊറിയൻ സിനിമ? ഫിലിമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ഒരു ലൈക്കും കൂടി. കൂടുതൽ സിനിമകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.